ഇംഗ്ലീഷിലെ ഒരു പ്രശസ്തമായ മോട്ടിവേഷൻ ഗ്രന്ഥം ഓഥറിന്റെ മോട്ടിവേഷൻ ലൈഫ് ആരംഭിക്കുന്നത് മുതൽ അദ്ദേഹം അവസാനം ജീവിത വിജയം നേടുന്നതുവരെയുള്ള അധ്യായങ്ങളാണ് അതിലുള്ളത്. ആ ഓഥറിന്റെ അഭിപ്രായത്തിൽ വാഷ് ബേസിനിലെ അഴുക്ക് പിടിച്ച പാത്രങ്ങൾ കഴുകിയാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ യാത്ര ആരംഭിച്ചത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാന ആശയം ഹൈജീൻ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമ്മൾ സ്റ്റേ മോട്ടിവേറ്റഡ് ആയി നിൽക്കുകയുള്ളൂ എന്നാണ്. ഡൈനിങ്ങിലെ ഹൈജീനും വസ്ത്രത്തിലെ ഹൈജീനും ഒക്കെ പ്രധാനമായും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. കാടാണല്ലോ നമ്മുടെ വിഷയം. കാട്ടിൽ നിരവധി ചെറുതും വലുതുമായ സ്കാവഞ്ചർ ജീവികളുണ്ട്. അവ ക്രമമായി കാട്ടിനുള്ളിലെ എല്ലാ അഴുക്കും വൃത്തിയാക്കുന്നു. ചില പക്ഷികൾ മാംസബുക്കുകളായ മൃഗങ്ങളുടെ പല്ലിനിടയിൽ നിന്ന് പോലും കൊത്തിയെടുത്ത് ഭക്ഷിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ കാട്ടിലെ അടുക്കള ക്ലീനേഴ്സ് കഴുതപ്പുലികളാണ് എന്ന് പറയേണ്ടി വരും. ഇരുമ്പിനെ പോലും ദഹിപ്പിക്കുന്ന ഇവരുടെ ആമാശയം കാട്ടിൽ ഒരു എല്ലു പോലും ബാക്കിയാവാതെ ഇവർ ഭക്ഷിക്കുന്നതിന് കാരണമാകുന്നു. ഗുജറാത്തിലെ കച്ചു ഭാഷയിൽ ഒരു നാടോടി കഥയുണ്ട്. അച്ഛൻ മകനെ ഉപദേശിക്കുന്നതാണ് ആ കഥയിലെ ഇതിവൃത്തം. നായാട്ടുകാരനായ മകനോട് കാട്ടിലെ ഏത് മൃഗങ്ങളെ നീ കൊന്നാലും കഴുതപ്പുലിയെ കൊല്ലല്ലേ എന്നാണ് അച്ഛൻ്റെ ആ ഉപദേശം.